ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കൂളറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ്. ഈ കൂളർ ഞാൻ അഴിക്കാൻ കാരണം ഇതിനകത്തുള്ള മോട്ടർ, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ വർക്കിംഗ് അല്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഴിക്കാൻ പോകുന്നത്. ഫാനെന്ന് എഴുതിയേക്കുന്ന സ്വിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. 3 ടൈപ്പ് സ്പീഡാണ് ഇതിനുള്ളത്. ഈ കൂളറിൻ്റെ അകം മുഴുവൻ ചെളിയാണ്. കൂളറിൽ വെള്ളം ഒഴിക്കുന്നവർ കലങ്ങിയ വെള്ളമോ ചെളിയുള്ള വെള്ളമോ ഒഴിക്കാതിരിക്കുക. ഇത് ഈ കൂളറിൻ്റെ മെയിൻ മോട്ടറാണ്. ഇത് കറങ്ങുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കാറ്റ് വരുന്നത്. ഇതാണ് ഈ കൂളറിൻ്റെ അടിയിലുള്ള വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്ന മോട്ടർ. വെള്ളം ഇതിലേ വലിച്ചെടുത്ത് ഹോസിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് പുറത്തേക്ക് വിടുന്നത്. ഈ മോട്ടറിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതിനകത്ത് ചെളി അടിഞ്ഞു കൂടിയിട്ട് അത് വർക്കാവാണ്ട് വന്നു, സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. ഈ വെള്ള കളറിലുള്ള ലീഫ് കറങ്ങുമ്പം വെള്ളം മോട്ടറിൻ്റെ ഈ സൈഡിലൂടെ മുകളിലേക്ക് പമ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ മോട്ടറിലേക്ക് പവർ കൊടുക്കുമ്പോൾ ഇത് കറങ്ങുന്നത് കാണാം. ഈ മോട്ടർ ഈ ബക്കറ്റിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കണക്ഷൻ കൊടുത്തു, മോട്ടർ വർക്കാവുന്നുണ്ട്. ഇത് വെള്ളം പമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞില്ല. ഇതിൽ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യും, രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കാറ്റ് 2 സൈഡിലേക്കും സിങ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ ഇട്ട് കഴിഞ്ഞാൽ സിങ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമുക്ക് വെള്ളം ഒഴിക്കാനും ഐസ് ക്യൂബ് ഇടാനുമുള്ള ചേമ്പർ. ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം പകുതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം മോട്ടർ ഉപയോഗിച്ച് മുകളിലേക്ക് പമ്പ് ചെയ്യും. ഈ പമ്പ് ചെയ്ത വെള്ളം ബാക്കിലുള്ള ഈ ഒരു ഹണിക്കോമ്പിൽ കൂടി താഴേക്ക് വരും. ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഇതിനകത്തുള്ള മെയിൻ മോട്ടർ ബാക്കിൽ നിന്ന് എയർ വലിച്ച് ഫ്രണ്ടിലേക്ക് തള്ളും. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന എയർ ഹണിക്കോമ്പിൽ തട്ടി വരുന്നതുകൊണ്ട് അവിടെയുള്ള തണുപ്പാണ് നമുക്ക് ഫ്രണ്ടിൽ ഫീൽ ആവുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഐസ് വാട്ടർ ഒഴിക്കുകയോ ഐസ് ക്യൂബ് ഇടുകയോ ചെയ്താൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് തണുപ്പ് കിട്ടും. എന്ന് വെച്ചാൽ AC-യുടേതായ തണുപ്പൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.